ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നിങ്ങൾ കാത്തിരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരികയും ഇപ്പോൾ ഇതാ 6 മണിക്ക് ശേഷം നിങ്ങളുടെ HSCAP വെബ്സൈറ്റിൽ ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റൂ കേട്ടോ. പിന്നെ പ്രവേശനം ഇന്ന് പറ്റൂല, രാത്രിയിൽ നാളെ ജൂൺ 10 പിന്നെ 11 രണ്ട് ദിവസം മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ഡേറ്റ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ആദ്യ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയവരും ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും നിർബന്ധമായും രണ്ടാം അലോട്ട്മെൻറ്റ് പരിശോധിക്കണം. HSCAP-ലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഒന്നാം ഓപ്ഷനിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചെങ്കിൽ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടിയിരിക്കണം. ഒന്നാം ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് താഴ്ന്ന ഓപ്ഷനുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താൽക്കാലിക പ്രവേശനം നേടിക്കൊണ്ട് മൂന്നാം അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിക്കുമോ എന്ന് കാത്തിരിക്കാം. ഒന്നാം ഓപ്ഷൻ ലഭിക്കാത്തവർക്ക് വേണമെങ്കിൽ ഉയർന്ന ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സ്ഥിര പ്രവേശനവും നേടാം. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അലോട്ട്മെൻറ്റുമായി A to Z സംശയങ്ങളുടെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത അടിയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ കണ്ടാലും മതി കേട്ടോ. ഓക്കെ, മറ്റ് സംശയങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. കാനഡയിൽ ലോഗിൽ നിന്ന് ലഭിക്കുന്ന 2 പേജ് അലോട്ട്മെൻറ്റ് ലെറ്റർ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് TC, പിന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, പിന്നെ ബോണസ് ആൻഡ് ടൈ ബ്രേക്കിംഗ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ രേഖകൾ എന്നിവ അസൽ ഹാജരാക്കണം. താൽക്കാലിക പ്രവേശനം നേടുന്നവരെയും സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഓക്കെ, മറ്റ് സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരെന്ത് ചെയ്യുക, തൊട്ടടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ. കൂടുതൽ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.